ഇന്നലെ അമ്മേ രാത്രി ഞാൻ എണ്ണ തേച്ചപ്പോൾ ഇച്ചിരി എണ്ണ എടുത്ത് തലയിൽ തേച്ച് ഒരു തുള്ളി എന്താണ് കയ്യിലുണ്ടായിരുന്നത് തലയിൽ തേച്ചിട്ട് കിടന്നു. അതിൻ്റെ ആണോന്ന് അറിയില്ല. പുറം നല്ല വേദനയാണ് എന്നൊക്കെ പറഞ്ഞു. അതായത് താങ്കൾ തലയിൽ തേക്കുന്നത് നീലഭൃങ്ങാതി എണ്ണ അമ്മ തലയിൽ തേച്ച് ഓവർനൈറ്റ് തലയിൽ അത് വെച്ചിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും കഴുത്തിൻ്റെ ഇവിടെ വേദന അല്ലേ, പുറത്തിവിടെ വേദനയല്ല, അതല്ലേ സംഭവം. ഫസ്റ്റ് തിങ് നീലഭൃങ്ങാതി എന്നല്ല, ഏത് ഓയിലായാലും തലയിൽ തേച്ച് ഇങ്ങനെ ഓവർനൈറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന അത്രയ്ക്ക് നല്ലൊരു പരിപാടിയല്ല. എന്താ പറ്റിയിരിക്കണേന്ന് വെച്ചാൽ തേച്ചേക്കുന്നത് നീലഭൃങ്ങാതി അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ള ഒരു ഓയിലാണ്. നല്ല തിക്കായിട്ട് മുടി വളരും, ഹെയർ ഫോളൊക്കെ ഒപ്പം മാറി മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഓയിലാണ് നീലഭൃങ്ങാതി. എന്നിരുന്നാൽ എല്ലാവർക്കും സ്യൂട്ടബിൾ ആവുന്ന ഒരു ഓയിലല്ല നീലഭൃങ്ങാതി. ഈ സൈനസൈറ്റിസും ടോൺസിലൈറ്റിസും ഒക്കെ എപ്പോഴും അതുപോലെ തലനീരിറക്കമൊക്കെ എപ്പോഴും അത് വരുന്ന ആളുകൾക്ക് നീലഭൃങ്ങാതി അങ്ങനെ തേക്കുന്ന അഡ്വൈസബിൾ അല്ല. അത്യാവശ്യം മഞ്ഞും തണുപ്പൊക്കെ ഉള്ളൊരു സമയമാണല്ലോ. അപ്പോൾ ആ ടൈമിൽ തലയിൽ ഇത്രയും തണുപ്പുള്ള നീലഭൃങ്ങാതി വെച്ച് ഫാൻ്റെ കീഴിലല്ലേ നമ്മൾ കിടക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നീരിറക്കം വന്നേക്കുന്നതാണ്. വേറൊന്നും ഇല്ല കേട്ടോ, അതിൽ പേടിക്കാനൊന്നുമില്ല. പക്ഷേ തലയിലെ എണ്ണ കഴുകി കളയണം. എന്തെണ്ണ തേച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയണം. രാത്രിയൊന്നും ഒരു കാരണവശാലും വെച്ചുകൊണ്ട് കിടക്കരുത്. ഇനി വേറൊരു കാര്യം പ്രത്യേകം പറയാം, ഒരാൾ യൂസ് ചെയ്യുന്ന എണ്ണ അയാൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും, പക്ഷേ മറ്റൊരാൾ അത് കണ്ടുകൊണ്ട് എടുത്ത് തേക്കരുത്. അത് കാരണം ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻ്റ് ആണ്, ഓരോ ഇൻഡിവിജ്വലിൻ്റെ ബോഡിയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചേരുന്ന എണ്ണ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് സെലക്ട് ചെയ്യുക. ഓരോ പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഓയിൽസ് അവൈലബിൾ ആണ്, അത് നോക്കിയിട്ട് മാത്രം എടുത്ത് തേക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്.